ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വാസ്തുഗ്രഹത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുവിൽ കളേഴ്സിൻ്റെ പ്രാധാന്യത്തിൽ. ഇതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത്. കാര്യം നമ്മൾ ഈ കളേഴ്സിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്ന് വെച്ചാൽ വാസ്തു ആസ് സച്ച് വാസ്തു സ്ക്രിപ്റ്റേഴ്സിലൊന്നും അങ്ങനെ കളേഴ്സ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ലൈറ്റ് കളേഴ്സ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു കളർ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കളേഴ്സിന് നമ്മുടെ ഇമോഷനെ സ്വാധീനിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഈ കളേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ലേറ്റർ വാസ്തു റിസർച്ചിലെല്ലാം നമ്മൾ ഇത്തരം കളർ സ്കീംസിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല കേരളത്തിലും ഇന്ത്യക്ക് മറ്റു ഭാഗത്തുമുള്ള കെട്ടിടങ്ങളുടെ പുരാതനമായ വാസ്തു ശില്പകലയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങളായ കെട്ടിടങ്ങളിലേക്ക് സ്റ്റഡി ചെയ്യുമ്പോൾ അവിടെ കളറുകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏത് കളറ് ഏത് ഭാഗത്ത് നല്ലതെന്നുള്ളതിനെ പറ്റി ഒരു വിശകലനമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ആദ്യം കന്നിമൂലയെ പറ്റി പറയാം. കന്നിമൂല നമ്മൾ എപ്പോഴും പറയാം, കന്നിമൂല എന്ന് പറഞ്ഞാൽ എർത്ത് എലിമെൻ്റ് ആണ്. ഇപ്പോൾ എർത്ത് എലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാനുള്ളത് ബ്രൗൺ കളർ, ബ്രൗണിഷ് കളർ, ബീച്ച് കളർ ഇങ്ങനെയുള്ള കളറുകൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാം. എർത്ത് എലിമെൻ്റ് ആണ് കന്നിമൂല ഭാഗത്ത് സൗത്ത് വെസ്റ്റ് സെക്ടറിൽ വരുന്നത്. പിന്നെ നമുക്ക് വാട്ടർ എലിമെൻ്റ് ഉള്ള സ്ഥലങ്ങൾ, അതായത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈശാനം, ആ ഭാഗത്ത് നമ്മൾ കൂടുതലും നീലയ്ക്ക് പ്രിഡോമിനൻസ് ഉള്ള, അതായത് ബ്ലൂ കളറിന് വാട്ടർ എലിമെൻ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ബ്ലൂ കളറാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ളത്. പിന്നെ ഗ്രീനും വേണമെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാം ആ ഏരിയയിൽ. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ബ്ലൂ, ഗ്രീൻ ഷെയ്ഡ് ഇതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഫയർ എലിമെൻറ്റ്, അതായത് നമ്മൾ അഗ്നികോണ് അഗ്നിഭാഗത്ത് ഫയർ എലിമെൻറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് വാം കളേഴ്സ് ലൈക്ക് റെഡ്, ഓറഞ്ച്, യെല്ലോ ഇങ്ങനെയുള്ള കളറുകൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാവുന്നതാണ്. പിന്നെ എയർ എലിമെൻറ്റ് വായുകോൺ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ അവിടെയും ബ്ലൂ, പെയിൽ ഗ്രീൻ ഇങ്ങനെയുള്ള കളറുകളായിരിക്കണം. വൈറ്റ് നമുക്ക് കൊടുക്കാം. വൈറ്റും ഈ വായുകോൺ ഭാഗത്തേക്ക് വൈറ്റ് കളറും നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ സ്പേസ് എലിമെൻറ്റ്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശം എന്ന് പറയുന്ന എലിമെൻറ്റ്, നമ്മുടെ ബ്രഹ്മസ്ഥാനവും റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻഡിഗോ, വയലറ്റ്, ബ്ലാക്ക് അസോസിയേറ്റഡ് കളേഴ്സ് എല്ലാം നമുക്ക് കൊടുക്കാം. ബ്ലാക്ക് കളർ കഴിയുന്നതും കൊടുക്കാതിരിക്കുക. ഇൻഡിഗോ ഇങ്ങനെയുള്ള കളറുകൾ നമുക്ക്, വയലറ്റ് കളറൊക്കെ നമുക്ക് കൊടുക്കാം. അത് ബ്രഹ്മസ്ഥാനത്ത് മാത്രമായിട്ട് പ്രത്യേകിച്ചൊരു കളർ സ്കീം നമുക്ക് പോസിബിൾ അല്ല. പക്ഷേ ബ്രഹ്മസ്ഥാനത്തിൻ്റെ സീലിംഗ് പൊസിഷനിൽ നമുക്ക് ആ കളറിലൊരു കോമ്പിനേഷൻ ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. പല പഴയ പുരാതനമായ വാസ്തു സ്ട്രക്ചറുകൾക്കും ക്ഷേത്രങ്ങൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചുമർ ചിത്രകലയുടെയൊക്കെ പെയിൻറ്റിങ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ മൾട്ടി കളേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്ന ഒരു ഡിഫറൻറ്റ് സംഭവമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോ ഞങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.